ഇതുവും അല്ലുവും മായക്കാടിന് അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ താമസിച്ചു. ഒരു ദിവസം അവർക്ക് ഒരു പഴയ ഭൂപടം കിട്ടി. അത് നിധിയിലേക്കുള്ള വഴിയാണെന്ന് അവർക്ക് മനസ്സിലായി. നമുക്ക് ഈ നിധി കണ്ടെത്തണം, ഇതു സന്തോഷത്തോടെ പറഞ്ഞു. ഇതൊരു സാഹസിക യാത്രയായിരിക്കും. അല്ലുവും ആവേശം കൊണ്ടു. അവർ മാപ്പു നോക്കി യാത്ര തുടങ്ങി. മായക്കാട്ടിൽ കടന്നപ്പോൾ കാടിന് നല്ല ഭംഗിയുണ്ടായിരുന്നു. വഴിയിൽ അവർ ഒരു വലിയ മരം കണ്ടു. ആ മരത്തിന് ചിറകുകളുണ്ടായിരുന്നു. മരത്തിന്റെ അടുത്ത് ഒരു കടങ്കഥ എഴുതിയിരുന്നു. നിനക്കെന്നെ കാണാം, പക്ഷേ പിടിക്കാൻ കഴിയില്ല. നിനക്കെന്നെ കേൾക്കാം, പക്ഷേ തൊടാൻ കഴിയില്ല. ഞാനാരാണ്? ഇതുവിന് ഉത്തരം അറിയില്ലായിരുന്നു. അല്ലു പെട്ടെന്ന് പറഞ്ഞു, കാറ്റ്. ഉത്തരം ശരിയായിരുന്നപ്പോൾ മരത്തിന്റെ ചിറകുകൾ അനങ്ങുകയും അവർക്കു മുന്നിൽ ഒരു ചെറിയ വഴി തെളിയുകയും ചെയ്തു. അവർ ആ വഴിയിലൂടെ നടന്നു. ഒരു നദിയുടെ അടുത്തെത്തി. നദിക്ക് കുറുകെ പാലമില്ലായിരുന്നു. അപ്പോൾ നദിയിലെ ഒരു കല്ല് തിളങ്ങാൻ തുടങ്ങി. കല്ലിൽ മറ്റൊരു കടങ്കഥയുണ്ടായിരുന്നു. രാത്രിയിൽ ഞാൻ വരും, പകൽ ഞാൻ പോകും. ഞാൻ വന്നാൽ ലോകം പ്രകാശിക്കും, ഞാൻ പോയാൽ ഇരുട്ടിലാകും. ഞാൻ ആരാണ്? ഇതുവിന് വീണ്ടും സംശയമായി. അല്ലു കുറച്ചുനേരം ചിന്തിച്ചു. സൂര്യൻ. അല്ലു ഉത്തരം പറഞ്ഞു. ഉടൻ തന്നെ തിളങ്ങുന്ന കല്ലുകൾ പൊങ്ങിവന്ന് നദിക്കു കുറുകെ ഒരു പാലം പോലെയായി. അവർ നദി കടന്നു. യാത്ര തുടർന്നു. അവർ ഒരു വലിയ പാറയുടെ അടുത്തെത്തി. പാറയുടെ മുകളിൽ ഒരു വലിയ പക്ഷി കൂടുവച്ചിരുന്നു. പക്ഷിക്കൂടിനടുത്ത് ഒരു കുറിപ്പ് കണ്ടു. നിധിപ്പെട്ടി എന്റെ ചിറകിനടിയിലാണ്, പക്ഷേ എന്നെ സന്തോഷിപ്പിച്ചാൽ മാത്രമേ ഞാൻ വഴി കാണിക്കൂ. എങ്ങനെയാണ് നമ്മൾ പക്ഷിയെ സന്തോഷിപ്പിക്കുക? ഇതു ചോദിച്ചു. അല്ലു അപ്പോൾ ചുറ്റും നോക്കി. നിറയെ പഴങ്ങളുള്ള ഒരു മരം കണ്ടു. ഇതിന് വിശന്നിരിക്കുകയായിരിക്കും, അല്ലു പറഞ്ഞു. അവർ മരത്തിൽ നിന്ന് കുറച്ച് പഴങ്ങൾ പറിച്ചു. പക്ഷിയുടെ കൂട്ടിൽ വെച്ചു. പക്ഷി സന്തോഷത്തോടെ പഴങ്ങൾ കഴിച്ചു. എന്നിട്ട് അതിന്റെ ചിറകുകൾ തുറന്നു. പക്ഷിയുടെ ചിറകിനടിയിൽ ഒരു ചെറിയ തുരങ്കം അവർ കണ്ടു. അവർ തുരങ്കത്തിലൂടെ മുന്നോട്ടുപോയി. തുരങ്കത്തിന്റെ അവസാനം അവർ ഒരു വലിയ തുറന്ന സ്ഥലത്തെത്തി. അവിടെ ഒരു വലിയ നിധിപ്പെട്ടിയിരിക്കുന്നു. നിധിപ്പെട്ടിയിൽ സ്വർണ്ണനാണയങ്ങളും തിളങ്ങുന്ന രത്നങ്ങളും നിറഞ്ഞിരുന്നു. ഇതുവിനും അല്ലുവിനും ഒരുപാട് സന്തോഷമായി. അവർ നിധിപ്പെട്ടി തുറന്നു. അപ്പോൾ നിധിപ്പെട്ടിയിൽ നിന്ന് ഒരു നേർത്ത വെളിച്ചം വന്നു. ഒരു മാന്ത്രിക ശബ്ദം പറഞ്ഞു, ധൈര്യവും ബുദ്ധിയുമുള്ളവർക്കു മാത്രമേ എന്നെ കണ്ടെത്താൻ കഴിയൂ. ഈ നിധി വെറും സ്വർണമല്ല, അറിവിന്റെയും കൂട്ടായ്മയുടെയും നിധിയാണ്. ഇതുവും അല്ലുവും നിധിയുടെ ഒരു ഭാഗമെടുത്ത് ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയി. അവർ നിധിയിലെ സ്വർണം ഗ്രാമത്തിലെ ആളുകൾക്ക് കൊടുത്തു. എന്നാൽ അവർക്ക് ലഭിച്ച ഏറ്റവും വലിയ നിധി അവരുടെ സാഹസിക യാത്രയും അതിൽ നിന്ന് ലഭിച്ച അറിവുമായിരുന്നു. അവർ ധൈര്യത്തിലും ബുദ്ധിയിലും കൂടുതൽ മിടുക്കരായി.